കുഞ്ഞുങ്ങള് ടീച്ചർമാരോട് പറയാണ് ജോസാറ് പോവാല്ലേ, ജോസാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, 1ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ അവരതിനൊരു കോമഡിയും കണ്ടെത്തി. ജോസാറിനെ നമുക്ക് കല്യാണം കഴിച്ചാലോ, കുട്ടികളാണ് 1ാം ക്ലാസ്സിലെ കുട്ടികളെ ജോസാറിനെ കല്യാണം കഴിക്കാൻ വരെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനങ്ങളെ ഇത് വീട്ടിൽ പോയി പറഞ്ഞു. അത്രമാത്രം സ്നേഹവും വാത്സല്യവും ഉള്ള കുട്ടികൾ. അപ്പോൾ ഇവരെയൊക്കെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് ഒരു അധ്യാപക ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ അനുഭവമാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരെയൊക്കെ വിട്ടു പോകാനുള്ള ഒരു എന്താണ് നാളുകളിൽ അല്ലെങ്കിൽ മെയ് ജൂൺ 1-ാം തീയതി മുതൽ ഞാൻ ഈ പ്രദേശത്തേക്കില്ല, എൻ്റെ സിസ്റ്റം തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങളും നല്ല ഒരു കൂട്ടം അധ്യാപകരുടെ ഇടയിൽ നിന്ന് പോകാനുള്ള ഒരു വൈമനസ്യം അത്രമാത്രം അതൊക്കെ ശരിയായിക്കോളും. എല്ലാവിധമായ ആശംസകളും നിങ്ങൾ നൽകിയ ഞാൻ ആദ്യം അല്പസമയം ദീർഘിപ്പിച്ചു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും എൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് സർക്കാർ നിർത്തട്ടെ. വികാരനിർഭരമായ സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി. ഇനിയൊരു ഡിജിറ്റൽ പ്രസന്റേഷനാണ് നടക്കാൻ പോകുന്നത്. ചാലിയാർ പുഴയുടെ തീരത്ത് താമസമാക്കിയ ഏട്ടിക്കൽ മാത്യുവിനും ഭാര്യ മേരിക്കുട്ടി മാത്യുവിനും 4 പെൺമക്കൾ. അവർക്ക് താഴെ 5ാമനായി 1969 ഓഗസ്റ്റ് 11 ഒരുങ്ങി പിറന്നു. കാത്തിരുന്ന് കിട്ടിയ ആ കുഞ്ഞിനോട് ജോസ് എന്ന പേര് വിളിച്ചു. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്ന ആ കുഞ്ഞിനെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സമയമായപ്പോൾ പിതാവ് ഞെട്ടിക്കുളത്തെ AUP സ്കൂളിൽ ചേർത്തു. UP സ്കൂൾ വിദ്യാഭ്യാസം ഉൾപ്പെടെയിലെ NSS UP സ്കൂളിൽ പൂർത്തിയാക്കിയ മകനെ പിന്നീട് പോത്തുകൽ കാതോലിക്കറ്റ് ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ പഠനത്തിനായി അയച്ചത്. അങ്ങനെ 1985 SSLC പൂർത്തിയാക്കി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചുങ്കത്രയിലെ മാർത്തോമ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് 1 വർഷത്തെ ITI കോഴ്സിന്. പിന്നെ ഡിഗ്രി എടുത്താലോ എന്ന് തോന്നി. 1989 BA പൊളിറ്റിക്സിന് തിരുവല്ല മാർത്തോമ കോളേജിൽ ചേർന്നു. പക്ഷെ അത് പൂർത്തിയാക്കാതെ അതേ വർഷം തന്നെ മാരാണം AMTTCയിൽ TTC കോഴ്സിന് ചേർന്നു. അങ്ങനെ TTC വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 91 തന്നെ ലീവ് വേക്കൻസിയിൽ MKMM LP സ്കൂൾ വെളുമ്പിയമ്പാടത്തും കുറുമ്പലമൂട് UP സ്കൂളിലും എംപ്ലോയ്മെന്റ് സർവീസിൽ ജോലി ചെയ്തു. പിന്നീട് 92 MKMM LP സ്കൂളിൽ സ്ഥിര നിയമനം ലഭിച്ചു. അങ്ങനെ ഏറെക്കുറെ സെറ്റിലായി. ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്നായി വീട്ടുകാർ. അപ്പനും അമ്മയും സഹോദരിമാരും കൂടി കുഞ്ഞാങ്ങളിക്ക് പെണ്ണന്വേഷിച്ചു. സുമുഖനും സുന്ദരനും സൽസ്വഭാവിയുമായ കുഞ്ഞാങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികൾ ക്യൂ നിന്നെങ്കിലും പാലാട് സ്വദേശിനിയായ പ്രീത ജോർജിനെയാണ് 1993 മാർച്ച് 20 മിന്നുകിട്ടിയത്. ആ ദാമ്പത്യ വല്ലരിയിൽ പിറന്നത് 3 പെൺമണികൾ. ഇരട്ടപ്പഴം തിന്നിട്ടാണോ എന്നറിയില്ല, 2ാമത്തെ കുട്ടികൾ ഇരട്ടകളായിരുന്നു. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ടീച്ചർ ജോലി ചെയ്യുന്നത്. മക്കൾ ഡോക്ടർ നിമ ജോസ് ഹോമിയോ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. നിത ജോസ് അയർലൻഡിലും നിയ ജോസ് ബാംഗ്ലൂരിൽ ഫണ്ടി കോഴ്സിനും പഠിക്കുന്നു. മരുമകൻ അശ്വിൻ ഡൊമിനിക്. പിന്നെ സ്റ്റീവ് എന്ന കൊച്ചുമോൻ്റെ വല്യപ്പനുമാണിപ്പോൾ. 2012 HMI വെളുമ്പിയമ്പാടം സ്കൂളിൽ നിയമനം ലഭിച്ച അദ്ദേഹം 2018 മെയ് 31 വരെ അവിടെ തുടർന്നു. പിന്നീട് 2018 ജൂൺ 1 മുതൽ നമ്മുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്നു. എനിക്ക് ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന പണിയല്ലേ, എനിക്ക് ക്ലാസ്സിലൊക്കെ പോയി പാടെടുത്താലെന്താ എന്ന് ഞങ്ങളുടെ 2ാം ക്ലാസ്സിലെ ലുക്കുമാനെ എത്ര ധൈര്യത്തോടെ ചോദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കുട്ടികളും മാഷും തമ്മിലുള്ള ബന്ധം. കൃഷിക്കാരനായ പിതാവിൽ നിന്നും കൃഷിയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കിനിടയിലും കൃഷിയിടത്തിൽ ചിലവഴിക്കാൻ സമയം കണ്ടെത്തി. തന്റെ സഹപ്രവർത്തകർക്കൊപ്പം സൗഹൃദത്തിന്റെ ഗാഠമായ ബന്ധം കാത്തു സൂക്ഷിച്ചപ്പോഴും കൃത്യനിർവഹണത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരു വിട്ടുവീഴ്ചയും നൽകിയിരുന്നില്ല. അകാലത്തിൽ വിടപറഞ്ഞു പോയ നമ്മുടെ പ്രിയ മാനേജർ ഉസ്മാഖയും ജോസാറും സമപ്രായക്കാരായിരുന്നു. തന്റെ സ്വന്തം നാട്ടിലെ സ്കൂളിന് ജോസാറുടെ സേവനം എന്നത് ജോസാറെ നന്നായി അറിയുന്ന പ്രിയ മാനേജറുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു.
ടീച്ചർമാരോടൊപ്പം കൃത്യമായ ഇടപെടലുകൾ നടത്തി സ്കൂളിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. അധ്യാപനം എന്നത് കേവലം തൊഴിൽ മാത്രമല്ല എന്നും പരിവർത്തനത്തിന്റെ അളവുകോലാണെന്നും തിരിച്ചറിഞ്ഞ പ്രധാനാധ്യാപകൻ കടന്നുപോയ കാലത്തിന്റെ നേർവഴികളിലെല്ലാം അധ്യാപന മാസ്മരികതയുടെ 33 വർഷങ്ങൾ നാടിന് സമർപ്പിച്ച പ്രിയ അധ്യാപകൻ. അതെ, നെഞ്ചിൽ കുമിഞ്ഞുകൂടുന്ന വിങ്ങലോടെയാണെങ്കിലും നന്ദി. ഒരു പ്രധാനാധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് ജീവിച്ചു കാണിച്ചു തന്നതിൽ എല്ലാവിധ ഭാവുകങ്ങളുടെയും നല്ല കാര്യം കഴിഞ്ഞിട്ട്